ഹെവി വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ മോട്ടോർ വാഹന വകുപ്പ് വ്യത്യസ്തമായ ഒരു പരിശീലനം നൽകി. വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ ഇരുചക്ര യാത്രക്കാർക്കുണ്ടാകുന്ന ഭയം അനുഭവിപ്പിച്ചായിരുന്നു ഈ ബോധവൽക്കരണ ക്ലാസ്. ആ റിപ്പോർട്ട് കാണാം. ചേർത്തല താലൂക്കിൽ മാത്രം 2 മാസത്തിനിടെ വാഹനാപകടത്തിൽ മരിച്ചത് 10-ലധികം ആളുകളാണ്. വലിയ വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെവി ഡ്രൈവർമാർക്ക് ഇങ്ങനെ ഒരു പരിശീലനം മോട്ടോർ വാഹന വകുപ്പ് നൽകിയത്. ഇങ്ങനെയുള്ളത് ഫ്രണ്ട് വീലാർച്ചിൽ നിന്ന് പുറകിലത്തെ വീലാർച്ച് വരെയുള്ള ഈ ഭാഗം ഇരുചക്ര വാഹനങ്ങൾ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് വീഴുന്നതിൽ നിന്നും തടയുന്നു. ഇൻ കേസ് വീണാൽ തന്നെയും ചെറിയ തട്ടുമുട്ട് പറ്റുക എന്നുള്ളതല്ലാതെ വണ്ടിയുടെ വീലിനടിയിൽ പോയി മരണം സംഭവിക്കുന്നതെന്ന് ഒഴിവാക്കുന്ന ഒരു സേഫ്റ്റി മെക്കാനിസമാണ് ലാറ്ററൽ അണ്ടർ റൺ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. വലിയ വണ്ടിയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സൈക്കിളോ ഒരു ബൈക്കോ ഓടിക്കുന്ന ഡ്രൈവറുടെ പൊസിഷനിലോട്ട് മാറ്റി നിർത്തി കഴിയുമ്പോൾ സൈഡിൽ കൂടി പോകുന്ന ആ ബസ്സിൻ്റെ ആ ഷോക്ക് വേവ് അത് അവർ ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ബോധവൽക്കരണത്തിലൂടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അപ്പോൾ ഇതാണ് നിരത്തുകളിലെ കാഴ്ച. ഈ അടുത്ത കാലത്തായി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡിൽ നിരവധി ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അതിൽ പലതും ഇരുചക്ര വാഹനക്കാരുടെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പലപ്പോഴും വഴിവെക്കുന്നത് ഈ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ്. ചിലപ്പോഴെങ്കിലും ഇരുചക്ര വാഹനക്കാർക്കും അശ്രദ്ധയുണ്ടാകാറുണ്ടെങ്കിൽ പോലും വലിയ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ വലിയ രീതിയിൽ ശ്രദ്ധിക്കാറില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. റോഡ് നിറഞ്ഞങ്ങനെ ഓടിക്കുക, പലപ്പോഴും നമ്മൾ തന്നെ റോഡിൽ പോകുമ്പോൾ ചിന്തിക്കാറുണ്ട്, നടന്നു പോകുമ്പോൾ പോലും ചിന്തിക്കാറുണ്ട്, ഇത് എന്തൊരു അവസ്ഥയാണ്, റോഡിൽ ഇങ്ങനെ നിറഞ്ഞു ഓടിച്ചാൽ വേറെ ആർക്കും ഇതുവഴി പോകണ്ടേ എന്ന്. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര ക്ലാസ്സാണ് MVD കൊടുത്തിരിക്കുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, ക്ലാസ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എന്താണ് ക്ലാസ്സിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ? അവർക്ക് ശരിക്കും പേടി ഉണ്ടായോ? ഇങ്ങനെ ഇരുചക്ര വാഹനക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു പേടി അവർക്കും അനുഭവപ്പെട്ടോ? റോഡിലൂടെ, പ്രത്യേകിച്ച് ദേശീയപാതയിലൂടെ സൈക്കിളിലോ ബൈക്കിലോ ഒക്കെ പോയിട്ടുള്ളവർ അനുഭവിച്ച ഒരു പ്രശ്നമായിരിക്കാം ഈ വലിയ വാഹനങ്ങൾ നമ്മളോട് ചേർന്ന് പോവുക, അല്ലെങ്കിൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളൊക്കെ നമ്മളോട് വളരെ ക്ലോസ് ആയിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ നമ്മളുടെ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ ബൈക്ക് ചെറുതായിട്ട് വെട്ടുകയൊക്കെ ചെയ്യും. അത് അനുഭവിച്ചവർക്കൊക്കെ അത് ബോധ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ധാരാളം അപകടങ്ങൾ ഈ ദേശീയപാതയിൽ ഇവിടെ ഈ ആലപ്പുഴ ജില്ലയിൽ ധാരാളം നടക്കുന്നുണ്ട്. 20-ലധികം ആളുകളാണ് ആലപ്പുഴ ജില്ലയിൽ ഇതിനോടകം മരിച്ചത്. ഈ നമ്മൾ CCTV ദൃശ്യങ്ങളൊക്കെ കാണിക്കും. പലപ്പോഴും ഈ വാഹനങ്ങൾ ഈ ചെറിയ ബൈക്കിലൊക്കെ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ വലിയ വാഹനങ്ങളുടെ ഇടയിൽപ്പെട്ടാണ് ആളുകൾ മരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ ഈ വലിയ വാഹനമൊക്കെ ഓടിക്കുന്ന ആളുകൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴും അവർ ഈ ചെറിയ വാഹനങ്ങളൊരു പുച്ഛമൊക്കെ ആയിരിക്കും എന്ന് മാത്രവുമല്ല, അഥവാ ഈ ചെറിയ വാഹനങ്ങളുമായിട്ട് അപകടം ഉണ്ടായാൽ ഇവർക്കൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ വലിയ വാഹനത്തിലെ ഡ്രൈവർമാർക്കുണ്ട്. അവർ അതില്ല എന്ന് എത്ര ആവർത്തിക്കപ്പെട്ടാലും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചെറിയ വാഹനങ്ങളെ അവഗണിക്കാറുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ചെറിയ പരിഗണന നൽകാറില്ല. അത്തരത്തിൽ അപകടമുണ്ടാക്കിയിട്ടുള്ള ചില ഡ്രൈവർമാർക്കാണ് ചേർത്തലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുപോലെ പരിശീലനം നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതായത് സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ, വളരെ വേഗതയിൽ വണ്ടി പോകുമ്പോൾ എത്രത്തോളം ഭയം അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ ഇരുചക്ര വാഹനക്കാരൻ ഉണ്ടാകുന്നതെന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പരിശീലനം നൽകിയത്. ബെന്യാമിൻ ആടുജീവിതത്തിൽ പറഞ്ഞതുപോലെ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും യാഥാർത്ഥ്യങ്ങളാണ്, കെട്ടുകഥകളാണെന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ വലിയ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഈ ഇരുചക്ര വാഹനക്കാരോടൊക്കെ ഒരു അനുകമ്പയും ഒരു കെയറിങ്ങും തോന്നും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശീലനം നൽകിയത്. നിയമം എന്ന് പറയുന്നത് ഈ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും തമ്മിൽ 2 മീറ്ററെങ്കിലും അകൽച്ച വേണം എന്നുള്ളത്. അത് ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ചെറിയ വഴിയിൽ അതൊന്നും അത്ര വലിയ പ്രായോഗികമല്ല. പക്ഷേ അപ്പോഴും ഒരു വലിയ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ കുറച്ചുകൂടെ, പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. കാരണം വലിയ CC ഉള്ള വാഹനങ്ങളോടൊക്കെ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ചെറിയ യാത്രക്കാരും ചെറിയ വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ വലിയ വാഹനം ഓടിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഒരു കരുതൽ ഉണ്ടായാൽ ഒരുപക്ഷെ അപകടങ്ങളുടെ എണ്ണമൊക്കെ നമുക്ക് അല്പം കുറയ്ക്കാനാവും.